നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി. ഇന്ന് അതിരാവിലെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തെളിഞ്ഞ ചില കാര്യങ്ങൾ ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഈ നാളുകാർക്ക് മേൽ ചൊരിയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി. ഈ പുണ്യവേളയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 10 ഇരട്ടി ഫലമാണ്. ഈ പറയുന്ന നക്ഷത്രജാതകർ ഭാഗ്യം ഒരുപാട് തെളിയുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന, സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്ന ഈ നക്ഷത്രജാതകർ ശനിയാഴ്ച വ്രതമെടുക്കുക, സാധുക്കൾക്ക് അന്നദാനം നടത്തുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം തെളിയിക്കാൻ മറക്കാതിരിക്കുക. ഈ നക്ഷത്രജാതകർ ശനിയാഴ്ച വ്രതമെടുക്കുന്നതും സാധുക്കൾക്ക് അന്നദാനം നൽകുന്നതും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാഞ്ജനം തെളിയിക്കുന്നതുമൊക്കെ എത്ര കഠിനമായ ദോഷങ്ങളും അലിഞ്ഞില്ലാതെയാകും. ഇവരുടെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തുന്നു. ഈ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. കലിയുഗവരധനായ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകരിൽ പലരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരാണ്. ഒന്നുകിൽ ഒരു ചെറു ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ വലിയ ബിസിനസ്സായിരിക്കാം. ഏതായാലും ഇവർ ഒരു പുതിയ ഉന്നമനത്തിനായി, ഒരു പുതിയ നേട്ടത്തിനായി, ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുതുമാർഗങ്ങൾ തേടുന്നവർ തന്നെയാണ്. ഇവർ നടത്താനിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും. ഇവരുടെ പ്രതിസന്ധികൾ ഒക്കെ അവസാനിക്കും, നേട്ടത്തിലേക്ക് പോകും. നിങ്ങൾ തുടങ്ങുന്ന പുതുസംരംഭത്തിൽ അയ്യപ്പസ്വാമിയുടെ കലിയുഗവരധനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഒരു പടം വച്ച്, ഒരു കുഞ്ഞു വിളക്ക് അവിടെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഇതുപോലൊരു വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ഭാഗ്യം കടാക്ഷിക്കും. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. കലിയുഗവരധനായ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. ഇന്നത്തെ പ്രശ്നത്തിൽ ചില നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഭാഗ്യശാലികളായ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. നാളെ വൃശ്ചികം 2-ാം തീയതിയാണ്. ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച ദിവസമാണ്. നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. സൗഭാഗ്യസമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രജാതകരെ സംബന്ധിച്ച് പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. ഇതിൽ പറയുന്ന പല നക്ഷത്രജാതകർക്കും ശ്രീ ധർമ്മശാസ്താവിൻ്റെ അടുത്ത് പോകുവാനും പൊന്നും 18-ാം പടി ചവിട്ടുവാനും കാനനവാസൻ്റെ അനുഗ്രഹം നേടാനും അഭിഷ്ടസിദ്ധി നേടാനും കഴിയും എന്നത് ഉറപ്പായ കാര്യമാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കുന്ന സമയമാണ്.
ഇവരെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും. കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറുകയാണ് ഈ നക്ഷത്രജാതകർക്ക്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഇവർക്ക് സമയം തെളിയുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ വൃശ്ചിക മാസത്തിൽ അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്. ധനപരമായിട്ട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു. ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവത്തോടു കൂടിയുള്ള ഒരു ജീവിത നേട്ടത്തിൻ്റെ സമയമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ഇവർ സമ്പന്നതയിൽ എത്തിച്ചേരും. തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്. സന്താനഭാഗ്യം, സന്താനങ്ങളുടെ ഉയർച്ച, വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുക. ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യാനുഭവം ഇവരുടെ ജീവിതത്തിൽ ഇനി മുതൽ വന്നു ചേരാൻ പോകുന്നു. അത് ഉറപ്പായും ഇവർക്ക് സാധിച്ചു തന്നെ കിട്ടും. ആഗ്രഹിച്ചതൊക്കെയും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ധനപരമായി ഇവർ ഒരുപാട് മുന്നിലെത്തും എന്ന് തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക നേട്ടമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. എത്ര താഴെത്തട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും അവർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹവും ഈശ്വര ചൈതന്യവും ഒക്കെ നിറയുന്ന സമയം, ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായിട്ടുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ പോകുന്ന മകയിരം നക്ഷത്ര ജാതകർക്ക് ഇതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും. ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെത്തും. മകയിര നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. കടങ്ങളൊക്കെ ഒരുപാടുള്ള കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് ആ കടങ്ങളൊക്കെ മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധിക്കുന്നു. ഭാഗ്യസമ്പന്നതയുടെ സമയം. ജീവിതത്തിലെ സമസ്ത ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു. കുടുംബത്തിൽ അംഗീകാരമുണ്ടാകുന്നു. പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി മാറ്റങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഈ ഒരു മാസത്തിനകം ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഭഗവാൻ അയ്യപ്പൻ, കലിയുഗ വരദനായ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയും. ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് തന്നെ പോവുക. തീർച്ചയായും അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് ഭഗവാൻ അയ്യപ്പൻ്റെ കൃപാകടാക്ഷങ്ങളാൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ ഇവർക്ക് കഴിയും. ഇനി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യയോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം.
അവിടെ നീരാഞ്ജനം നടത്തണം. ഈ വൃശ്ചിക മാസത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക. കലിയുഗ വരദനായ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഈ നാളുകാർക്ക് മേൽ ചൊരിയും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് ശനിയാഴ്ചയാണ്. സാധുക്കൾക്ക് അന്നദാനം ഒരാൾക്ക് മതി, അത് നടത്തുക. അയ്യപ്പ ക്ഷേത്ര ദർശനം, നീരാഞ്ജനം തെളിയിക്കൽ എന്നിവ വഴി നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ ദോഷങ്ങൾ പോലും അലിഞ്ഞില്ലാതാകുന്നതായി കാണുവാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തും നിങ്ങൾ ഉറപ്പായും. പുണർദത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശത്രുദോഷ ശമനങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ്. വലിയ തോതിൽ രക്ഷപ്പെടും. ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം മഖമാണ്. മഖത്തിനും സമൃദ്ധിയും സന്തോഷവും ഒക്കെ തെളിയുന്ന സമയമാണ്. ഞെട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് മകൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ദുരിതങ്ങൾ നീങ്ങുന്നു, ഭാഗ്യം തെളിയുന്നു. അത്രയേറെ ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ്. ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തലവര മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതുമായ സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഇഷ്ടസിദ്ധി, ദൈവാനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയുന്ന സമയം. ഈ നക്ഷത്ര ജാതകർ കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും. കൈനിറയെ പണം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും അതിസമ്പൽ സമൃദ്ധിയിലേക്കും എത്തുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇനി അതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരാൻ പോകുന്നത്. ധനലാഭത്തിൻ്റെ സമയം. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നു. നിങ്ങളെ സംബന്ധിച്ച് കാലങ്ങളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ മാറുന്നു. ഇനി നിങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്യും. കുതിച്ചുയരുക തന്നെ ചെയ്യും ഉറപ്പായും. അടുത്ത നക്ഷത്രം ചതയമാണ്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർ ജെറ്റ് പോലെ കുതിച്ചുയരുന്ന സമയമാണ്. അത്രയേറെ ഭാഗ്യമാണ്. ദൈവാനുഗ്രഹം കൂടെയുള്ള നക്ഷത്ര ജാതകരിൽ ഇവർ ഒന്നാം സ്ഥാനത്തുണ്ട്. ഇനി ഇവർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. ദൈവാനുഗ്രഹം കൂടെയുള്ള നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് ഇവരുമുണ്ട്. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉറപ്പായും രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ഒരു ആഗ്രഹം അതെന്ത് തന്നെയാണെങ്കിലും ഉറപ്പായും നടക്കും. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുടെ മേൽ ഉണ്ട്. ഇന്നത്തെ പ്രശ്നത്തിൽ തെളിഞ്ഞ സത്യസന്ധമായ കാര്യമാണത്. ഉറപ്പായും വിജയിക്കും. ദുരിതങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ധനലബ്ധി ഉണ്ടാകും, ധനാഭിവൃദ്ധി വന്നു ചേരും, ഇഷ്ടസിദ്ധി ഉണ്ടാകും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഏതായാലും ഒരു മനസ്സിൽ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആഗ്രഹം നടന്നു കിട്ടുന്ന സമയമാണ്. കടം കയറിയൊക്കെ വലഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ഒരു വിളക്ക് വാങ്ങി ശ്രീ അയ്യപ്പൻ്റെ പടത്തിന് മുന്നിൽ കത്തിച്ചു വെച്ച് നോക്കുക. തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും. രാജാവിനെപ്പോലെ ജീവിക്കാൻ യോഗം വന്നു ചേരും നിങ്ങൾക്ക്. രാജാവാകില്ല, പക്ഷെ രാജാവിനെപ്പോലെ ദുഃഖങ്ങളൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേർന്ന്
ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേർന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുകയും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെ പ്രതിസന്ധികൾ മാറുന്നു, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു, ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തുന്നു, ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഇവർ എത്തുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, പ്രതിസന്ധികൾ മാറുകയാണ്. ദാമ്പത്യ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുകയാണ്, ശത്രുദോഷ ശമനങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. ഭാഗ്യം തെളിയുന്നു, ദുരിതങ്ങൾ നീങ്ങുന്നു, ഇഷ്ടസിദ്ധി ലഭിക്കുന്നു, ധനലബ്ധി ലഭിക്കുന്നു. അപ്പോൾ വൃശ്ചിക മാസത്തിൽ ഈ നക്ഷത്ര ജാതകർ ശനിയാഴ്ച വ്രതമെടുക്കുക, സാധുക്കൾക്ക് അന്നദാനം നടത്തുക, അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം തെളിയിക്കണം. ഇതുവഴി നിങ്ങളുടെ കഠിനമായ ദോഷങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അതൊക്കെ മാറി കലിയുഗവരതനായ ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പായുമുള്ള കാര്യമാണ്. നന്മകൾ 1000 നേരുന്നു.